അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് അതായത് 5th ചാപ്റ്ററിൽ നെക്സ്റ്റ് സെഷനാണ് RTE ആക്ട് 2009. RTE എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആക്ട് ഇതിലും വരുന്നുണ്ട്, ഈ സെമ്മിൽ തന്നെ വേറൊരു പേപ്പറിലും സെയിം ആക്ട് വരുന്നുണ്ട്, സെക്കൻഡ് സെമ്മിലും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ട് ഈ ആക്ട് പഠിക്കാൻ നോക്കുക. നല്ല വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സെമ്മിൽ 2 പേപ്പറിൽ യൂസ് ആവും, അതേപോലെ തന്നെ സെക്കൻഡ് സെമ്മിൽ യൂസ്ഫുള്ളാണ്. മാത്രമല്ല കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു പേപ്പറിൽ ഏതെങ്കിലും ഒരു വർഷം എന്തായാലും 1 or 2 തവണ ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്തായാലും നോക്കി വയ്ക്കാം. സംഭവം എളുപ്പമുള്ള കാര്യങ്ങളാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റും. നോക്കിക്കേ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009, ഫോർമലി നോൺ ആസ് ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട്, is an act of the Parliament of India that mandates free and compulsory education for children between the age of 6 and 14. The act came into force on April 1, 2010 and aims to provide quality education and ensure that all children in India are able to attend school. അപ്പോൾ നമ്മുടെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഇല്ലേ, അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് എങ്ങനെ നമുക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പോസിബിൾ ആക്കാം, അതായത് കുട്ടികളുടെ ഭാഗത്തുനിന്നും നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ആക്ടിലാണ്. അതായത് എല്ലാ കൊല്ലവും കുട്ടികളെ പാസ്സാക്കണം, 8ാം ക്ലാസ് വരെ തോൽപ്പിക്കരുത് എന്നൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ നമ്മുടെ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അപ്പോൾ നോക്കി നോക്കല്ലേ എന്തൊക്കെയാണ് നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ പറയുന്നത് എന്നുള്ളത്. ഫസ്റ്റ് വൺ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഓൾറെഡി പറഞ്ഞു, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. അതും എവിടെ, തൊട്ടടുത്ത സ്കൂളുകളിൽ 4 to 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ സ്കൂൾ, LP സ്കൂൾ ഉണ്ടായിരിക്കണം. അവിടെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുത്തിരിക്കണം. ഇനിയിപ്പോൾ പ്രൈവറ്റ് സ്കൂൾ ആവട്ടെ, പ്രൈവറ്റ് സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, 25% സീറ്റ് എന്ന് പറയുന്നത് എക്കണോമിക്കലി വീക്കർ സെഷനിൽ ഉള്ള കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കണം. ആ 25% കുട്ടികളുടെ സീറ്റ് ഫില്ലാക്കണം. അതൊരിക്കലും വേക്കൻ്റ് ആയിട്ട് ഇടാൻ പാടില്ല, അത് ഫില്ലാക്കണം. അതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് അവർക്ക് കൊടുത്തിരിക്കും. ഓക്കെ, ദെൻ ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മൾ 25% വീക്കർ സെഷൻ ആഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളോട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പാർഷ്യാലിറ്റിയോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനോ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് സ്കൂൾസിൽ എന്ത് ചെയ്യുക, 6 to 14 ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ബാക്കി പ്രൈവറ്റ് സ്കൂൾസിൽ 25% അവർക്ക് വീക്കർ സെഷനിലേക്ക് റിസർവ് ചെയ്ത് വെക്കണം. അവരുടെ ഫണ്ട് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. The act focuses on improving the quality of education by ensuring that the school infrastructure, teacher qualifications and curriculum adhere to set standards. Then it mandates a student-teacher ratio, a curriculum that is in line with the needs of children and regular assessments. അപ്പോൾ എന്താണ്, നമ്മൾ ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം വരുത്താൻ പാടുമോ? ഒരിക്കലുമില്ല. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ഫ്രീ ആൻഡ് കമ്പൽസറി ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആയിരിക്കണം. അത് എല്ലാ രീതിയിലും, സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ. ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസൊക്കെ കണ്ടിട്ടില്ലേ, ഫുള്ള് ചുമരൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് എന്ത് രസമാണ് കാണാൻ. സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നല്ലപോലെ ഇപ്പോഴൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു ഗവൺമെൻറ് സ്കൂൾസിൽ ചില ഈ ബാത്റൂമൊക്കെ അല്ലെങ്കിൽ അത്ര വൃത്തി ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഗവൺമെൻറ് സ്കൂൾസാണ്. നോക്കിക്കേ, അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, ടീച്ചർ ക്വാളിഫിക്കേഷൻസ്, അതായത് പ്രോപ്പർ BEd അല്ലെങ്കിൽ TTC ഒക്കെ കഴിഞ്ഞവരെ മാത്രം നിയമിക്കുക. അതേപോലെ തന്നെ കരിക്കുലം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ. അപ്പോൾ നമ്മളൊരു സ്കൂളിലൊരു ഡിവിഷൻ വേണം എന്നുണ്ടെങ്കിൽ 25 കുട്ടിയാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ, കറക്റ്റ് എനിക്കറിയില്ല. അതായത് ഇത്ര കുട്ടിക്ക് ഒരു ടീച്ചർ എന്നാണ് നമ്മൾ കണക്ക് പറയുക. അപ്പോൾ പുതിയൊരു ഡിവിഷൻ കൊണ്ടുവരണമെങ്കിൽ അവിടെ മിനിമം ഇത്ര കുട്ടികൾ ഉണ്ടായിരിക്കണം, എന്നാലേ ഒരു ടീച്ചറെ നമുക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചില സ്കൂളിൽ കണ്ടിട്ടില്ലേ, ടീച്ചേഴ്സ് ജോയിൻ ചെയ്യുന്നിട്ട് ഡിവിഷൻ ഫോളോ വന്നു, ടീച്ചറെ ജോലി പോയി എന്നൊക്കെ പറയും. എന്താ അത്, കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ ആ റേഷ്യോ മാറും. ഇപ്പോൾ 25 കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളത് 24 കുട്ടിയായി വിചാരിക്കുക നെക്സ്റ്റ് ഇയർ. അപ്പോൾ എന്ത് സംഭവിക്കും, ആ ഒരു ടീച്ചറുടെ പോസ്റ്റ് അങ്ങോട്ട് പോകും. കാരണം 25 കുട്ടിക്ക് ഒരു ടീച്ചർ വേണ്ടു, അവിടെ 24 കുട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഈ സ്കൂളുകളൊക്കെ വെക്കേഷൻ ടൈമിൽ കുട്ടികളെ പഠിക്കാൻ പോസ്റ്റ് പോകുമെന്നുള്ളൊരു പേടി കാരണം. ഓക്കെ, ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്. എന്താണ്,
ഓൾറെഡി പറഞ്ഞു. സ്കൂൾ മസ്റ്റ് പ്രൊവൈഡ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് ക്ലാസ് റൂം, സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫോർ ഗേൾസ് ആൻഡ് ബോയ്സ് ആൻഡ് പ്ലേ ഗ്രൗണ്ട്. എന്താ ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ? എന്താ? ക്ലാസ് റൂം വേണം, കുട്ടികൾക്ക് ബാത്റൂം വേണം, കളിക്കാൻ ഒരു പ്ലേ ഗ്രൗണ്ടും വേണം. ദെൻ schools should have qualified teachers who have undergone appropriate training and have the necessary qualification. പിന്നെന്താ വേണ്ടത്? ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, കുട്ടികളെ പഠിപ്പിക്കാൻ ആര് വേണം? വിവരവും വിദ്യാഭ്യാസമുള്ള ടീച്ചർമാർ വേണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കമ്പൽസറി ആയിട്ട് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. ദെൻ നോ ഡിറ്റൻഷൻ പോളിസി, നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം. ക്ലാസ് 8ാം ക്ലാസ് വരെ ആരും എന്ത് ചെയ്യാൻ പാടില്ല? തോൽപ്പിച്ച് കളയാൻ പാടില്ല. 8 വരെ ഫുൾ പാസ്സാക്കി വിടണം. അത് കൊണ്ടുവന്നത് നമ്മുടെ 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ പോളിസിയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ പ്രായത്തിൽ, അതിൽ 26-27 വയസ്സൊക്കെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ പ്രായത്തിൽ ചിലപ്പോൾ 1, 2, 3 കുട്ടികൾ തോറ്റിട്ടുണ്ട്. പക്ഷെ 2009 ശേഷമാണെങ്കിൽ 8ാം ക്ലാസ് വരെ ഫുൾ പാസ്സാണ്. ഓക്കെ, ദെൻ however this provision has been modified in some states where examinations of grade promotions can take place from class 5th onwards subject to reform by state government. അപ്പോൾ ഇങ്ങനെ ഫുൾ പാസ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ആനുവൽ എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ആനുവൽ എക്സാമിന് തോറ്റുപോയി എന്താ ചെയ്യുക? എഗെയിൻ ആ കുട്ടിക്ക് എക്സാം എടുത്തിട്ട് ആ കുട്ടിയെ പാസ്സാക്കണം എന്നാണ് പറയുന്നത്. ദെൻ കരിക്കുലം ആൻഡ് ഇവാലുവേഷൻ. Curriculum must be laid out in a way that encourages child-centered education. It emphasizes the importance of learning and development over memorization. അപ്പോൾ എന്താ നമ്മുടെ കരിക്കുലം എന്ന് പറയുന്നത്? എന്തായിരിക്കണം? ആക്റ്റീവ് ലേണിങ്ങും അതേപോലെ തന്നെ ചൈൽഡ് സെൻറ്റേർഡ് ലേണിങ്ങിനെയൊക്കെ എൻകറേജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. റോഡ് മെമ്മറൈസേഷൻ എന്ന് വെച്ചാൽ ബൈ ഹാർട്ട് പഠിക്കൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, റോഡ് മെമ്മറൈസേഷൻ നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോഡ് മെമ്മറി അതേപോലെ തന്നെ ആക്റ്റീവ് ലേണിങ്ങിലൊക്കെ വെറുതെ കാണാൻ പാഠം പഠിക്കുകയല്ല, കുട്ടിയെല്ലാം ചെയ്ത് പഠിക്കുകയാണ്, കണ്ടു പഠിക്കുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. The Act promotes continuous and comprehensive evaluation methods to assess student progress instead of relying on one-time exam. അതായത് പണ്ട് ഞാൻ പറഞ്ഞിരുന്നു കൊല്ലത്തിൽ ഒരൊറ്റ പരീക്ഷ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അതേപോലെ 1986 ഒക്കെ വന്നതിന് ശേഷമാണ് ഈ കണ്ടിന്യൂസ് ഇവാലുവേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്സ് ഓരോ മാസം അല്ലെങ്കിൽ ഓരോ വീക്ക് എക്സാം ഇടുക, അതേപോലെ തന്നെ കുട്ടികളെ ആണെങ്കിലും അവരുടെ എല്ലാ രീതിയിലുള്ള അസസ്മെൻറ്റ് ഓൺ ടൈമായിട്ട് പ്രോപ്പറായിട്ട് നടത്തണം. അതൊക്കെ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ പറയുന്നതാണ് കേട്ടോ. ദെൻ ടീച്ചർ ക്വാളിഫിക്കേഷൻ എന്താണ്? Teachers are required to have the prescribed minimum qualifications and are also mandated to undergo training to improve their teaching skills. The Act specifies that teachers should not be burdened with administrative or non-teaching duties. എന്താ? ടീച്ചേഴ്സ് പ്രോപ്പർ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരായിരിക്കണം. മാത്രമല്ല ടീച്ചേഴ്സിന് വേറെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളോ അല്ലെങ്കിൽ നോൺ ടീച്ചിങ് ഡ്യൂട്ടീസ് ഒക്കെ കൊടുത്ത് അവരുടെ വർക്ക് ബേർഡൻ ആവാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ പുറമെ എന്തെങ്കിലും ഒരു സമ്മേളനം ഉണ്ട്, മീറ്റിംഗ് ഉണ്ട്, സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടീച്ചേഴ്സിനെ കമ്പൽ ചെയ്യാൻ പാടില്ല. ടീച്ചേഴ്സിൻ്റെ ജോലി എന്ന് പറയുന്നത് പഠിപ്പിക്കുക, കുട്ടികളെ പഠിപ്പിക്കുകയാണ്. സോ അതാണ് അവർ ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ദെൻ സ്പെഷ്യൽ ഫോക്കസ് ഓൺ ഡിസ്അഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സ്. എന്താണ്? ഇൻക്ലൂസീവ് ലേണിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അതേപോലെ തന്നെ എക്കണോമിക്കലി സോഷ്യലി ഒക്കെ വീക്കർ ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഒരുമിച്ചിരുത്തി നമ്മൾ എന്ത് ചെയ്യുക? പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. ദെൻ മോണിറ്ററിംഗ് ആൻഡ് റിപ്രസൽ മെക്കാനിസംസ്. Right to Education Act provides for the creation of National Advisory Council to monitor the implementation of the Act. State governments are also responsible for ensuring the implementation of the Act within their jurisdiction. Okay, then a grievance redressal mechanism has been put in place to ensure accountability and address concerns. അപ്പോൾ എന്താണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ, ഈ ആക്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നുണ്ടോ, പ്രോപ്പറായി നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ആരുണ്ട്? ഒരു നാഷണൽ അഡ്വൈസറി കൗൺസിൽ, നാക്ക്. നമ്മൾ കേട്ടിട്ടുണ്ടാവും കോളേജിലൊക്കെ ആണെങ്കിൽ നാക്കിൻ്റെ അക്രഡിഷൻ ഉണ്ട്, അക്രഡിഷൻ A+ ആണ് എന്നൊക്കെ. അപ്പം നാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള
ഒരു ഏജൻസീനെ അവർ വെച്ചു, അല്ലെങ്കിൽ എന്താ പറയുക നാക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൗൺസിലിനെ അവർ കൊണ്ടുവന്നു ഇതൊക്കെ മോണിറ്റർ ചെയ്യണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഒരു റീഡ്രസൽ മെക്കാനിസം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങളും എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ പ്രൈവറ്റ് സ്കൂൾസ് ഒബ്ലിഗേഷൻസ് എന്താ അവിടെ പറയുന്നത് നോക്കിക്കേ. Private school must comply with the norms prescribed under the Right to Education Act, including providing free education to 25% of children from disadvantaged sections. They must also follow the curriculum and other regulatory guidelines laid out by the government. എന്താ വെറുതെ ഒരു പ്രൈവറ്റ് സ്കൂൾ നടത്താൻ പറ്റുമോ? ഒരിക്കലുമില്ല. പ്രൈവറ്റ് സ്കൂളാണ് എന്നുണ്ടെങ്കിലും ഏത് ബോർഡിൻ്റെ അണ്ടറിലാണ് അവർ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചില പ്രൈവറ്റ് സ്കൂളുകൾ കണ്ടിട്ടുണ്ടാവും CBSE അഫിലിയേഷൻ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, CBSE അഫിലിയേറ്റഡ് അല്ലെങ്കിൽ ICSE അഫിലിയേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഏത് ബോർഡിലാണോ അവർ അഫിലിയേറ്റഡ് ആവുന്നത് ആ ബോർഡ് പറയുന്ന നോംസ് ആൻഡ് കണ്ടീഷൻസ് ഈ സ്കൂളുകാർ എന്ത് ചെയ്യണം, എന്താ പറയുക, കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. വെറുതെ ഒരു പ്രൈവറ്റ് സ്കൂൾ നമുക്ക് തുടങ്ങാൻ പറ്റില്ല. പ്രോപ്പറായിട്ട് അതിൻ്റെ എന്താ ചെക്കിങ്ങും അതേപോലെ തന്നെ അവരുടെ എല്ലാ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സ് ആണെങ്കിലും അതെ എല്ലാം പ്രോപ്പറായിട്ട് ഇയർലി അവർ റിപ്പോർട്ട് ചെയ്യണം. അതായത് അവരുടെ ആ ഒരു നോംസും കണ്ടീഷൻസൊക്കെ എല്ലാം പ്രോപ്പറായിട്ട് അവർ ഗൈഡ് ലൈൻസ് എല്ലാം ഫോളോ ചെയ്ത് നടത്തണം എന്നാണ് പറയുന്നത്. വെറുതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റ് സ്കൂൾ തുടങ്ങാൻ പറ്റില്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് കുറച്ചതാണ് റെഗുലേഷൻ ഓഫ് സ്കൂൾ ഫീസ്. എന്താ, നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂൾസിലൊക്കെ ഫീസ് ഉണ്ടാവും ഇല്ലല്ലോ, അതന്നെ ഇവിടെയും പറയുന്നത്. The Right to Education Act does not allow school to charge excessive fees. While private school can set fees, they must ensure that the fees are reasonable and do not impede access to education for economically disadvantaged family. പ്രൈവറ്റ് സ്കൂൾസിലൊക്കെയുള്ള കത്തി അടിക്കുന്ന ഫീസൊന്നും പാടില്ല. ഗവൺമെൻറ് സ്കൂൾസ് ഫീസേ വാങ്ങാൻ പാടില്ല. മറ്റവരെന്താണ് എയ്ഡഡ് സ്കൂൾസ് ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ, അതും പാടില്ല. എക്സസീവ് ഫീസൊന്നും പാടില്ല. പ്രൈവറ്റ് സ്കൂൾസ് എന്താണ്, എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള സെഷൻസിന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഓവർ ഫീസൊന്നും അവർ ചാർജ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ചാലഞ്ചസ്. Why RTA Act aim to improve education for all, there have been challenges in its implementation. അറിയാലോ, ഇതൊക്കെ ഈ ആക്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്ന കാര്യമാണോ? അല്ലല്ലോ. നമുക്ക് സത്യത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് ഈ എന്താ പറയുക ഈ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയാൽ നമുക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളത്. So these include inadequate infrastructure, teacher shortage and lack of awareness among some community. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഇത്രയും കുട്ടികൾക്ക് ഒരുമിച്ച് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വരും. ബിൽഡിംഗ് ഉണ്ടാവില്ല, പ്രോപ്പർ ടീച്ചേഴ്സിനെ കിട്ടാനുണ്ടാവില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഈ അടുത്ത് വന്നൊരു ന്യൂസ് ശ്രദ്ധിച്ചിരുന്നോ എന്നെനിക്കറിയില്ല. അതായത് നമ്മുടെ ഈ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് റീസെൻ്റായിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഓൾറെഡി ഭിന്നശേഷിക്കാരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാ എയ്ഡഡ് സ്കൂളിലും ഇത്ര പെർസെൻറ്റേജ് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ടീച്ചേഴ്സിന് ഇത്ര ഭിന്നശേഷി ആയിട്ടുള്ള ടീച്ചേഴ്സ് വേണമെന്നൊരു റൂള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല സ്കൂളിലും എന്താ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ടീച്ചേഴ്സിനെ കിട്ടാനില്ല. അതുകൊണ്ട് അവർക്കത് വെക്കാൻ പറ്റുന്നില്ല. ഭിന്നശേഷിക്കാരായിട്ടുള്ള ടീച്ചേഴ്സിനെ കിട്ടാനില്ല, അതുകൊണ്ട് ആ പോസ്റ്റിൽ വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പോസ്റ്റ് ഫിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്താ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഫർദർ വരുന്ന റിട്ടയർമെൻറ്റ് പോസ്റ്റ്, ഡിവിഷൻ പോസ്റ്റ്, ഇതിലൊന്നും ഇപ്പം നിയമനങ്ങൾ നടക്കുന്നില്ല. റീസെൻ്റായിട്ട് വന്ന ന്യൂസായിരുന്നു 3 വർഷം, അതായത് ഇപ്പം മുതൽ 2024 മുതൽ 3 വർഷം മുന്നേ വരെ നടന്ന എല്ലാ എയ്ഡഡ് നിയമനങ്ങളും റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട്. അതായത് ഭിന്നശേഷിക്കാരുടെ റേഷ്യോ അനുസരിച്ച് അവരെ പോസ്റ്റ് ചെയ്യാത്ത സ്കൂൾസിലെല്ലാം എന്താണ് എയ്ഡഡ് നിയമനങ്ങൾ 3 വർഷത്തെ ക്യാൻസൽ ചെയ്തു, റദ്ദാക്കി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നിരുന്നു. അതിലപ്പോൾ പറയുന്നുണ്ട് പല സ്കൂളുകാർക്കും ഇങ്ങനെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ടീച്ചേഴ്സിനെ കിട്ടാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇത് വെക്കാത്തത്. അല്ലാതെ അവർക്കൊരു എതിർപ്പോ ഒന്നും ഉണ്ടായിട്ടല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഞാൻ ഇതിൽ കണക്ട് ചെയ്തേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസും ഉണ്ട്, നമുക്ക് ടീച്ചേഴ്സിനെ കിട്ടാത്ത അവസ്ഥ പോലും വരാറുണ്ട്.
Then, state governments have also been slow in implementing all provisions of the Act, and the challenge of ensuring quality education across all areas, especially in rural and remote locations, remains significant. അപ്പോൾ എന്താണ് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും എന്താണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണെങ്കിലും ഈ ആക്ട് നടപ്പിലാക്കാൻ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അതായത് എല്ലാ ഏരിയയിലും ഒരേപോലെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് പ്രത്യേകിച്ച് റിമോട്ട് ഏരിയാസിലൊക്കെ റൂറൽ ഏരിയാസിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, എന്നിട്ട് ഈ 9 സബ് ഹെഡിങ്സ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സാമ്പിളൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മാക്സിമം എന്ത് ചെയ്യുക, ഈ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് നീട്ടിപ്പരത്തി എഴുതാൻ നോക്കുക കേട്ടോ. ഈ സബ് ഹെഡിങ്സ് ഒക്കെ പൂവ് കായൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാനൊക്കെ പറ്റും, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റീസ്, ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ അണ്ടറിലാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റീസ് വന്നത്. അതേപോലെ തന്നെ PTA 70 to 75% പാരൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് PTA പാരൻറ്റ് ടീച്ചർ അസോസിയേഷൻ വേണം എന്നുള്ളതൊക്കെ വന്നത് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു, കാരണം നമ്മളിതിൽ പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല. നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെ ഈ ആക്ടിലാണ് പറയുന്നത് എന്ന് നമ്മൾ പറയുന്നുള്ളൂ, അല്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ കാണാവേ. അത് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെഷൻ ആയിരിക്കും. ബൈ ബൈ.